ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 99 ധ്യാനിക്കാം. വാക്യം 1. യഹോവയെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാകുന്നു എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വെടിവെക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. യഹോവ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവുമാകുന്നു. അതേ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവനയോടുകൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. യഹോവ തിന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിയുടെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നതിനുള്ള അനുഗ്രഹങ്ങളാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. ആ സങ്കീർത്തനം മുഴുവനും അങ്ങനെയുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു പട്ടികയാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ഇതേ ആശയം നമ്മൾ സങ്കീർത്തനം 8:2 45:2 കാണാം. യഹോവ എൻ്റെ സങ്കേതവും കോട്ടയും എന്ന് പറയുന്നു. വ്യക്തിപരമായ ബന്ധത്തെ കാണിക്കുന്നു. ദൈവം നമ്മെ ചുറ്റി പരിപാലിക്കുമ്പോൾ നാം എത്രമാത്രം സുരക്ഷിതരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അധികമാണ്. കോട്ടയും മതിലും ഒന്നും നമ്മെ പകർച്ചവ്യാധിയിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ രക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന് കഴിയും. തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ ഉപേക്ഷിക്കുകയില്ല. ഞാൻ ഇനിയും അവനിൽ ആശ്രയിക്കുമെന്ന് പിന്നെയും പറയാം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് നാം വായിക്കുന്നത്. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. നമ്മെ കുരുക്കിലകപ്പെടുത്തി നശിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉള്ളതിനാൽ വിടുവിക്കപ്പെടുന്നു. നാശകരമായ മഹാമാരിയിൽ നിന്നും നമുക്ക് ഭദ്രതയും കാവലും ലഭിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന് വിടുതലുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് ദൈവഭക്തിയായ ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ ഏകയായി പാർക്കുകയായിരുന്നു. ഒരു ദിവസം തൻ്റെ ജനാലയിൽ പക്ഷി ജനാലയുടെ ഗ്ലാസ്സിൽ കൊത്തി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. പറന്നുപോയിട്ട് പിന്നെയും വന്നുകൊണ്ടിരുന്നു. സ്ത്രീ വാതിൽ തുറന്ന് പക്ഷിയുടെ പിന്നാലെ നടന്നു. അല്പം ദൂരം പിന്നിട്ടപ്പോൾ പിന്നിൽ അതിഭയങ്കരമായ ശബ്ദം കേട്ടു. യുദ്ധത്തിനിടയിൽ ഷെല്ല് പ്രയോഗത്തിൽ അവളുടെ വീട് പൂർണ്ണമായി തകർക്കപ്പെട്ടു. പക്ഷിയിലൂടെ ദൈവിക കരുതൽ വൃദ്ധ അനുഭവിച്ചറിഞ്ഞു. സ്തോത്രം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. സങ്കീർത്തനം 17:8 57:1 61:4 ഇതേ ആശയം കാണാം. സ്നേഹപ്രകടനമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന അനുഭവം. കോഴി തൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ തന്നിൽ ആശ്രയിക്കുന്നവരെ ഇരട്ട സംരക്ഷണം. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് പരിചയം പലകയും. ശത്രുവിൻ്റെ ആയുധം ഏൽക്കാതെ മുഴുവനും മറച്ചു സൂക്ഷിക്കുന്നു. നമുക്ക് ശത്രുവിനെ ജയിക്കാനുള്ള പരിച നമ്മുടെ വിശ്വാസമാണ്. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിനക്ക് പേടിപ്പാനില്ല. ദൈവത്തിൻ്റെ പക്കൽ എല്ലാറ്റിൽ നിന്നും വിടുതലുണ്ട്. ശത്രു നമുക്കെതിരെ ഒരുക്കുന്ന ഒരായുധം നമുക്ക് ഫലിക്കുകയില്ല. യെശയ്യാ 54:17 കർത്താവ് നമ്മോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. മിസ്രയീമിലെ പീഡ ഉണ്ടായപ്പോൾ ഇതുതന്നെയാണ് സംഭവിച്ചത്. അവ അടുക്കും, പക്ഷേ ഉപദ്രവിക്കുകയില്ല. ദൈവശക്തി നമ്മെ ആപത്തിനോട് അടുപ്പിക്കും, എന്നാൽ ആപത്തുകളിൽ നിന്ന് നമ്മെ കാത്തുകൊള്ളും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. അത്യുന്നതനെ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. എത്ര ഉന്നതമായ അനുഭവമാണിത്! അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിയുടെ നിഴൽ കീഴിൽ പാർക്കുന്നതിൻ്റെ അനുഭവം എത്ര മഹത്വമേറിയതാണ്! ഈ കർത്താവിനെ സേവിച്ചും മാനിച്ചും ദൈവനാമമഹത്വത്തിനായിട്ട് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.